ഹലോ ഹായ് അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് വെണ്ടയ്ക്ക മപ്പാസ് വയ്ക്കാം. കുറച്ച് ഒരു 5-10 വെണ്ടയ്ക്ക എടുത്തിട്ടുള്ളൂ. ഇത് ഒരുപാട് കൂടുതലൊന്നും വയ്ക്കാൻ പറ്റില്ല, നമുക്ക് കുറച്ച് വയ്ക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. വെണ്ടയ്ക്ക, ഇഞ്ചി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 3-4 എണ്ണം എടുത്തിട്ടുണ്ട്, 2-3 പച്ചമുളക്, പിന്നെ ഒരു സബോള, ഒരു തക്കാളി, പിന്നെ 2-ാം പാല് തേങ്ങയുടെ, പിന്നെ ആദ്യത്തെ പാല്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, മഞ്ഞ, പിന്നെ ഉപ്പ്, കറിവേപ്പില. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് വെണ്ടയ്ക്ക ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വെണ്ടയ്ക്ക നന്നായി കഴുകി തുടച്ച് അരിഞ്ഞതാണ്, വെള്ളമൊന്നും ഇല്ലാണ്ട്. നമുക്കത് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കോരിയെടുക്കാം. കരിയാണ്ട് കോരാം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കുറച്ച് എണ്ണ മാറ്റി വെച്ചു, അത്ര വേണ്ട നമുക്ക്. അപ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, പിന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ ഒരു സബോള. നമുക്കിതൊന്ന് വാടുന്ന വരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഒരു തക്കാളി ആണ്. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് ഇതിലേക്ക് മുളക് പൊടി ഇടാം. 1 സ്പൂൺ മുളക് പൊടി, ചെറിയ സ്പൂണാണ്. മല്ലിപ്പൊടി ഇതിലധികം ഇടാം, ഒരു 3 സ്പൂണ് ഇട്ടിട്ടുണ്ട്. കുറച്ച് മസാല, മഞ്ഞൾപ്പൊടി. നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് 2-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിടാം. അപ്പോൾ നമ്മൾ 2-ാം പാൽ ഒഴിച്ചിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് സ്റ്റവ് ഓഫാക്കാം. ഇനി നമുക്കിത് കടുക് വറുക്കണം. അപ്പോൾ നമുക്കിത് ഓഫാക്കി വയ്ക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പാലൊഴിച്ച് നമ്മൾ ഇറക്കി വെച്ചു. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മപ്പാസ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നമുക്കിത് ഉള്ളിയും കറിവേപ്പിലയും കൂടി താളിച്ചൊഴിക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചെറിയുള്ളി കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ കുറച്ച് മതി. നമുക്ക് താളിച്ചൊഴിക്കാം. ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്കിത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് തുറക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാടൊന്നും വയ്ക്കാൻ പറ്റില്ല, കുറച്ച് എടുത്ത് വെച്ചാൽ വെളിയിൽ വെച്ചാൽ കേട് വരും. നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കണതല്ലേ, പുളിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ കൂടുതൽ വയ്ക്കണവർ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുക. അപ്പോൾ വെണ്ടയ്ക്ക മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം.